ഏത് വിലക്കയറ്റം വരുമ്പോഴും ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിടേണ്ടി വന്നു. ഇപ്പോൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പോലും പ്രഥമാധ്യാപകരായിട്ടുള്ള ആളുകൾ അവരുടെ നിസ്സഹായാവസ്ഥ പറയേണ്ടി വന്നു. അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളില്ല. ജനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം ദുർവിനിയോഗം ചെയ്യണം, എൻ്റെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്ന് ചിന്തിക്കുന്ന ഭരണസമിതിയിലെ അംഗങ്ങൾ, സ്ഥാപനത്തിലെ ചില ജീവനക്കാർ, ഇതെല്ലാം കണ്ണടയ്ക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, ഇതെല്ലാം കൂടെ ചേർന്നൊരു വിഷ്യ സർക്കിളാണ് കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ ഈ കരിനിഴൽ വീഴ്ത്തിയിട്ടുള്ളത്. അത് തിരുത്താൻ വളരെ കർശനമായ നടപടിയെടുക്കണം. അക്രമ സ്വഭാവമുള്ള ആളുകൾ കൂടുതൽ ഡൈനാമിക്കായി, കൂടുതൽ വിജിലൻ്റായി അവരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സംഘടനയാണ് അതിൻ്റെ പേരിൽ പേരുദോഷം കേൾക്കേണ്ടി വരുന്നത്. അത് കൂടുതലായി SFIയിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ഏറ്റവും അധികം ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നത് CPMഉം CPIയും തന്നെയാണ്. ഉത്തരങ്ങളൊക്കെ കൃത്യമായി അവരവരുടെ പാർട്ടി ഘടകങ്ങൾ തന്നെ കണ്ടെത്തിക്കഴിഞ്ഞു. എല്ലാ കണ്ണുകളും വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഭരണ സംവിധാനങ്ങൾക്കും നേരെയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന CPI നേതാവ് ശ്രീ K. പ്രകാശ് ബാബുവാണ്. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി തെറ്റുകൾ കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് CPMൻ്റെയും CPIയുടെയും സംസ്ഥാന സെക്രട്ടറിമാർ പറയുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ ജനമനസ്സിൽ നിന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അകന്നു പോകാൻ മാത്രമുള്ള അപജയം സംഭവിച്ചിട്ടുണ്ടോ? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടു എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അകന്നുപോയി എന്ന് കണക്കാക്കുന്നത് ശരിയല്ല. അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രതിധ്വനികൾ സംസ്ഥാനത്തും ഉണ്ടായി. ഇന്ത്യ മുന്നണി എന്നത് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിനെതിരായി ഇന്ത്യയിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന ഒരു മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ബദലായി കേന്ദ്രത്തിൽ മറ്റൊരു ഭരണം വരണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വ നിരയിലുള്ള ഇന്ത്യ മുന്നണിക്ക് കഴിയൂ എന്ന ചിന്തയാണ് ജനങ്ങൾക്കുണ്ടായത്. ഒരു സീറ്റിലെ ജയിക്കാൻ LDFന് കഴിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ CPIക്ക് ഒരു സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അകന്നുപോയി, സ്ഥാനമില്ലാതായി എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ തിരുത്താൻ മാത്രമുള്ള തെറ്റുകളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാണോ അങ്ങ് വാദിക്കുന്നത്? ഒരിക്കലുമല്ല. തിരുത്തേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോ പാർട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള വിലയിരുത്തലുകളിൽ കൂടി അത് തിരുത്തുകയും ചെയ്യും. തിരുത്തേണ്ടുന്ന ഒരുപാട് അംശങ്ങളുണ്ട്. കാലോചിതമായ നിലയിൽ അതിനൊക്കെ തിരുത്തി പോകേണ്ടതായിട്ടുണ്ട്. ആഴത്തിൽ തിരുത്തേണ്ടത്, അല്ലെങ്കിൽ ഇനി അത് പാടില്ല എന്ന് തിരുത്തിയേ മുന്നോട്ട് പോകാവൂ എന്ന് പറയുന്ന ഒരു ഭാഗം എവിടെയാണ്? ഒരിക്കലും അങ്ങനെ എടുക്കാൻ നോക്കിയല്ല. ഇപ്പം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലകളിലെ ചർച്ച കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില തിരുത്തലുകൾ വേണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചില തിരുത്തലുകൾ വേണം. അതാണ് ആ ചൂണ്ടിക്കാണിച്ചത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു ജനകീയ സർക്കാരായി മാറാൻ ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിന് എവിടെയാണ് ഒരു പാകപ്പിഴ അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചത്? ഗവൺമെൻറ് എപ്പോഴും ജനകീയ സർക്കാർ തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനുള്ള ചില നടപടികളിൽ വീഴ്ചകൾ സംഭവിച്ചു. അത് സാമ്പത്തിക ക്രൈസിസ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നത്. സാഹചര്യം എന്തു തന്നെ ആയാലും പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷനുകൾ എല്ലാത്തിലും തടസ്സങ്ങൾ നേരിട്ടു. ക്ഷേമനിധികളുമായി ബന്ധപ്പെട്ട പെൻഷന് തടസ്സം നേരിട്ടു. ഏത് വിലക്കയറ്റം വരുമ്പോഴും ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിടേണ്ടി വന്നു. ഇതൊക്കെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല? അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല.
അതാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ആ, ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് അതിനൊരു മുൻഗണന തീരുമാനിക്കണം. ആ മുൻഗണന തീരുമാനിച്ച് മുൻഗണന അടിസ്ഥാനത്തിൽ കിട്ടിയ വിഭവത്തെ വിനിയോഗിക്കലാണ് ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന പിന്നെ നിലപാടുകളുടെ ഫലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ കുറവ് വന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, അഡ്മിറ്റഡ് ഫാക്റ്റാണ്. ആ സാഹചര്യത്തിൽ നമ്മുടെ വരുമാനം കുറയുമ്പോൾ ഏതിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടുന്നത്? ആദ്യ പരിഗണന ഏതിന് കൊടുക്കണം? രണ്ടാമത്തെ പരിഗണന ഏതിന് കൊടുക്കണം? ഈ നിലയിൽ ആലോചിക്കുന്ന ഇപ്പോൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പോലും പ്രഥമാധ്യാപകരായിട്ടുള്ള ആളുകൾ അവരുടെ നിസ്സഹായാവസ്ഥ പറയേണ്ടി വന്നു. അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളില്ലേ. അപ്പോൾ അതിനൊക്കെ മുൻഗണന കൊടുക്കുന്നതിൽ ഗവൺമെൻറ്റിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് ക്യാബിനറ്റിൻ്റെ മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരണം. അതാണ് തിരുത്തേണ്ടുന്നത്. ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് താങ്കളുടെ പാർട്ടിയാണ്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു സൂചനയോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകാൻ CPIക്ക് സാധിക്കാതെ പോയത്? അത് CPI എന്നുള്ള നിലയിൽ അല്ല, ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ GRNൽ വളരെ വ്യക്തമായി അതിൻ്റെ ഒരു പിന്നെ ഗുരുതരാവസ്ഥയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിനെ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റികളിലും പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് മന്ത്രിയും പിന്നെ പാർട്ടി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒരുമിച്ച് പോയി മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയൊക്കെ കണ്ട് ആ ഗ്രാവിറ്റി അവരെ ബോധ്യപ്പെടുത്തി. അത് ഇപ്പോഴല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ വന്നതിന് ശേഷമുള്ള എല്ലാ ഭാഗങ്ങളിലെയും വീഴ്ചകളൊക്കെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ്. തെരഞ്ഞെടുപ്പ് മുമ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെ മന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. നിശ്ചയമായിട്ടും. പക്ഷെ അപ്പോഴും കൃത്യമായ നിലപാടെടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് രൂക്ഷത അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് പോലും നമ്മൾ നവകേരള യാത്ര നടത്തി, കേരളീയം പോലുള്ള പരിപാടികൾക്കായി കോടികൾ ചെലവഴിച്ചു. ഇതൊക്കെ വലിയ രീതിയിൽ വിമർശനാത്മകമായ സംഭവങ്ങളായിരുന്നു. നവകേരള പരിപാടിയും കേരളീയം പരിപാടിയും ഒക്കെ വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളും കേരളത്തിലെ തന്നെ മറ്റനേകം സംഘടനകളുമൊക്കെ വിമർശനം നടത്തിയിരുന്നു എന്നുള്ളത് സത്യമാണ്. നല്ല രൂക്ഷമായ വിമർശനം കൊണ്ടുവന്നു. പക്ഷേ അതിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ആ വിമർശനങ്ങളുടെ യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനമില്ല. അതുകൊണ്ട് ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ വികസനം, നിലവിലുള്ള നമ്മുടെ സുസ്ഥിര വികസന പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എവിടൊക്കെ ഏതെല്ലാം നിലയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ്. അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മാറി അതിന് വേറെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് തന്നെ ആ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് മാറി ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന നിലയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റേതായ ചില കുറവുകളൊക്കെ അതിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു. അല്ലേ, അതിൽ നമ്മൾ അങ്ങനെ ഒരു വിശദീകരണം നൽകിയിട്ട് കാര്യമുണ്ടോ? കാരണം ഏതൊരു പദ്ധതി അല്ലെങ്കിൽ ഏതൊരു സംരംഭം തുടങ്ങിയാൽ അതിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു. പക്ഷേ അതൊരു സംരംഭം തുടങ്ങുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആശയം നല്ലതായിട്ട് കാര്യമില്ലല്ലോ. അത് എങ്ങനെയാണത് പൂർണ്ണ വിജയത്തോടുകൂടി പ്രാവർത്തികമാക്കുക? അവിടെയാണ് ഒരു സർക്കാരിൻ്റെ വിജയം. അവിടെ ഈ പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടത്തിയ ഈ ഒരു നവകേരള യാത്ര എന്ന രീതിയിൽ സഞ്ചരിക്കുന്ന മന്ത്രിസഭ അത് പൂർണ്ണമായി അത് പരാജയപ്പെട്ടു എന്ന് തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? അല്ല, അതൊരു ക്യാമ്പയിനായിരുന്നു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് നടത്തിയ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള നേട്ടങ്ങൾ, ഈ ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല മുൻ ഗവൺമെൻറ്റുകളുടെ ഉൾപ്പെടെ കേരളത്തിൻ്റെ ഇതുവരെയുള്ള നേട്ടങ്ങൾ, ആ വികസന നേട്ടങ്ങളുടെ ഒരു പരിപ്രേക്ഷ്യം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഇന്ന് ആ നേട്ടങ്ങൾ അതേപടിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ തടസ്സങ്ങൾ, അത് ഏതൊക്കെ നിലയിൽ നമ്മളെ ബാധിക്കുന്നു അത് ബോധ്യപ്പെടുത്തുക. അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. പക്ഷെ അത് വലിയ രീതിയിൽ തിരിച്ചടികൾ സംഭവിച്ചു. കാരണം അതിൻ്റെ നവകേരള യാത്രയിലുണ്ടായ പ്രതിഷേധവും. പക്ഷെ അതിന് എന്തുകൊണ്ട് ഇത് ഈ രീതിയിൽ അതിൻ്റെ ഫോക്കസ്, ഇപ്പോൾ താങ്കൾ പറയുന്നത് അതിൻ്റെ ഫോക്കസ് മാറിയെന്നാണ്. ഈ ഫോക്കസ് മാറാനായി ഒരു കാരണമായതുപോലും പല ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളും മുഖ്യമന്ത്രിയുടെ നിലപാടുകളും ഒക്കെ തന്നെയായിരുന്നു. പറഞ്ഞതൊക്കെ തന്നെ ഇപ്പോഴും അതിൻ്റെ അലകലികൾ മാറിയിട്ടില്ല. അതിലെ പ്രതിപക്ഷ കക്ഷികൾ നടത്തിയ പ്രചരണവും ആ പ്രതിപക്ഷ കക്ഷികൾ നടത്തിയ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ കൊടുത്ത ഒരു പ്രാധാന്യവും, അവിടെ കരിങ്കൊടി പ്രകടനത്തെ പോലീസ് നേരിട്ട നടപടികൾ, അതിനോട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനോട് അനുഭാവമുള്ള സംഘടനകൾ നടത്തിയ പ്രതികരണങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ശോഭ കെടുത്തുന്നതായിരുന്നു. പൂർണ്ണമായും സർക്കാരിന് നേരിടേണ്ടി വന്നത് നിരവധി ആരോപണങ്ങളായിരുന്നു. അതിന് ഏറ്റവും പ്രധാനം തന്നെയായിരുന്നു സഹകരണ ബാങ്കുകൾ.
CPM-ന്റെ ഭരണസമിതിയിലുള്ള സഹകരണ ബാങ്കുകൾ കോടികളുടെ തട്ടിപ്പാണ്. ED ഉൾപ്പെടെ അന്വേഷണമൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ CPM പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട CPM പ്രവർത്തകർ നേതാക്കന്മാർക്ക് എതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ, SFI പ്രതിസ്ഥാനത്ത് വരുന്ന നിരവധി വിഷയങ്ങൾ, ഇതൊക്കെ തന്നെയും നമ്മുടെ ഈ സാമ്പത്തിക വിഷയം ജനക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു പരാജയപ്പെട്ടു എന്നതിനപ്പുറം സർക്കാരിൻ്റെ മറ്റ് പാർട്ടി നയങ്ങളും അതൊക്കെ തന്നെ, അതായത് CPM-ന്റെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ ഒരു ജീർണത പാർട്ടിക്ക് സംഭവിച്ചു എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്ന സംഭവങ്ങളായിരുന്നില്ല ഇതൊക്കെ? അല്ല, ഞാനത് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്ന് സൂചിപ്പിച്ചത്. ഇപ്പം പിന്നെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയം അത് കേരളത്തിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്നതാണ്. ഒരു സംശയവും വേണ്ട. അത് കരുവന്നൂരായാലും കണ്ടലയായാലും ഇപ്പോൾ ഇന്നലെ വേറൊന്ന് വന്നിട്ടുണ്ട്, അതായാലും പത്തനംതിട്ടയിലെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആയാലും, ഇതെല്ലാം സഹകരണ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ ആ പണം ദുർവിനിയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ജനങ്ങളത് സഹിക്കുകയില്ല, ഒരിക്കലും സഹിക്കുകയില്ല. ഞാനും ഒരു 15 വർഷത്തോളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാളാണ്. എനിക്കറിയാം അവിടെ ബാങ്കിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് വരുന്നത്, ആ പണം എങ്ങനെ വിനിയോഗിക്കണം. അതിനകത്ത് ആരുടെയും മുഖം നോക്കി സൗജന്യം കാണിച്ചാൽ ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. അത് ഈ ഭരണസമിതിയിലുള്ള ആളുകൾ തിരിച്ചറിയണം. അവിടെ ഒരു ഇല അനങ്ങിയാൽ ഭരണസമിതി അറിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാവൂ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും ഒരു പ്രസിഡൻറ്റോ ഇവരാരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ കോടികൾ കമത്താൻ കഴിയുന്ന നിലയിലേക്ക് പോയാൽ അത് ആ സ്ഥാപനത്തെ തകർക്കുക മാത്രമല്ല, ഒരു പ്രദേശത്തിൻ്റെ സമ്പദ്ഘടനയാണ്. ഒരു പഞ്ചായത്താണെങ്കിൽ, ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ, ഒരു വില്ലേജ് ആണെങ്കിൽ ആ വില്ലേജിൻ്റെ സമ്പദ്ഘടനയാണ് തകർക്കുന്നത്. ആ ഗൗരവത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾ ഓരോ സഹകരണ ബാങ്കിലെ വിഷയങ്ങളെയും കണ്ടു. അതിൻ്റെ പ്രതികരണം ഉണ്ടായി. അതിനകത്ത് തെറ്റ് കാണിച്ചവരാരായാലും അവരുടെ രാഷ്ട്രീയം നോക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല. ഒരു കാര്യവും കൂടെ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. അതെന്തെന്ന് വെച്ചാൽ, ബാങ്കിൻ്റെ ഭരണസമിതിയും അവിടുത്തെ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജീവനക്കാരോ മാത്രം ചേർന്നാലും ഈ മോഷണം തുടർച്ചയായിട്ട് നടത്താനൊക്കെയില്ല, അല്ലെങ്കിൽ ക്രമക്കേടുകൾ തുടർച്ചയായിട്ട് നടത്താനൊക്കെയില്ല. അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിക്കവാറും കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളിലും കൺകറൻ്റ് ആഡിറ്റ്, സർക്കാർ ശമ്പളക്ക് കൊടുക്കുന്ന സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ, ഓഡിറ്റർമാർ അവിടെ നിന്ന് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി ഇതൊക്കെ കണ്ടുപിടിക്കാനാണ്. അതിനാ കൺകറൻ്റ് ആഡിറ്റ്. ഇപ്പം മറ്റൊരു സിസ്റ്റത്തിൽ കൂടെ പോകുന്നത്. ആ ഓഡിറ്റർമാരുടെ വളരെ കൃത്യമായ ഒരു ഇടപെടലുണ്ടെങ്കിൽ ഇതിൽ ഒരു പരിധി കഴിഞ്ഞാൽ തുടർച്ചയായി ഒരു കാരണവശാലും ഈ തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു വിഷ്യസ് സർക്കിളുണ്ട്. പണം അപഹരിക്കണം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം ദുർവിനിയോഗം ചെയ്യണം, എൻ്റെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്ന് ചിന്തിക്കുന്ന ഭരണസമിതിയിലെ അംഗങ്ങൾ, ആ സ്ഥാപനത്തിലെ ചില ജീവനക്കാർ, എല്ലാവരെയും ഒരിക്കലും ഒന്നിലും പറയാൻ വയ്ക്കില്ല, സ്ഥാപനത്തിലെ ചില ജീവനക്കാർ, ഇതെല്ലാം കണ്ണടയ്ക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, ഇതെല്ലാം കൂടെ ചേർന്നൊരു വിഷ്യസ് സർക്കിളാണ് കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ ഈ കരിനിഴൽ വീഴ്ത്തിയിട്ടുള്ളത്. അത് തിരുത്താൻ വളരെ കർശനമായ നടപടിയെടുക്കണം. അതിനകത്ത് ഒരു രാഷ്ട്രീയവും നോക്കണ്ട, അതാ വേണ്ടുന്നത്. അങ്ങനെ ഇല്ലാതെ വന്നപ്പോൾ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. നടപടി എടുക്കാതെ വന്നപ്പോൾ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അവസാനം ഗവൺമെൻറ് ഇടപെട്ട് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചില ചെറിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയില്ലേ. അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ പിടിച്ചു വയ്ക്കാനൊക്കെയില്ല. അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടാണ് ഏറ്റവും വലിയ കറക്ഷൻ നടക്കേണ്ടുന്നത്. അഴിമതി, കറപ്ഷൻ നടക്കുന്നത് പലപ്പോഴും ഈ ഉന്നത നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ്. അല്പം പ്രതിസ്ഥാനത്ത് വരുന്നത് പ്രമുഖരായ നേതാക്കന്മാർ തന്നെയാണല്ലോ. ഇവിടെ ഈ പാർട്ടിയിലെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരൊക്കെ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പാർട്ടിക്ക് ഇവിടെ ഇടപെടുന്നതിന് ഒരു പരിമിതിയില്ലേ? ഒരു പരിമിതിയുടെയും ആവശ്യമില്ല. സംശുദ്ധമായാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ അവിടെ ഒരു പരിധിയുടെയും ആവശ്യമില്ല. എത്ര ഉന്നതനും ആയിക്കോട്ടെ, പൊതുജനങ്ങളുടെ കയ്യിലെ പണം, അത് പൊതുസമ്പത്ത്, അതിൻ്റെ ദുർവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ മുഖം നോക്കേണ്ടുന്ന ഒരാവശ്യമില്ല. എത്ര ഉന്നതമായ പദവിയിലിരിക്കുന്നവരായാലും നാടിൻ്റെ സമ്പത്തിനെ ചൂഷണം ചെയ്ത, മോഷ്ടിച്ച, അല്ലെങ്കിൽ ക്രമക്കേട് കാണിച്ച ആളുകളോട് ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ടുന്ന കാര്യമില്ല. അങ്ങനെ ദാക്ഷിണ്യം കാണിക്കുന്ന നേതൃത്വമാണെങ്കിൽ പിന്നെ അവരെ ജനങ്ങളെങ്ങനെ വിശ്വസിക്കും?
അവരെ പിന്നെ ജനങ്ങൾ വിശ്വസിക്കും. കള്ളന് കഞ്ഞി വെച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തത്തേ ഉള്ളൂ. അതുകൊണ്ട് അതൊരിക്കലും പാടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റപ്പോൾ ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടിയത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ നയങ്ങൾ, ശൈലി, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, ഈ രീതിയിലൊക്കെയായിരുന്നു വിമർശനങ്ങൾ നീണ്ടുപോയത്. ആ രീതിയിൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ഒരു വിലയിരുത്തലിലൂടെ തന്നെയായിരുന്നു CPI കടന്നു പോകുന്നത്. CPI അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. എനിക്ക് 91 മുതലാണ് പിണറായിയെ അറിയാവുന്നത്. 91 ഞാൻ ആദ്യം MLA ആയിട്ട് വരുമ്പോൾ പിണറായി നിയമസഭയിലുണ്ട്, അന്ന് മുതൽ അറിയാം. അദ്ദേഹം 96 മന്ത്രിയാകുമ്പോഴും ഞാൻ MLA എന്നുള്ള നിലയിലുണ്ടായിരുന്നു, അന്ന് പോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ 91 ഞാൻ കണ്ട ശൈലിയിൽ നിന്ന് വലിയ വ്യത്യാസം ഈ 2024 ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഏറെക്കുറെ ഒരേ പ്രായത്തിൻ്റേതായ, ഇപ്പോൾ 80 വയസ്സോളം ആയതുകൊണ്ട് പ്രായത്തിൻ്റേതായ ചില പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ശൈലിയിലും വലിയ വ്യത്യാസമൊന്നും അന്നും ഇന്നുമില്ല. ആ ശൈലിയൊന്നുമല്ല വിഷയം. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ക്യാബിനറ്റിൻ്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രി മിനിസ്റ്റേഴ്സിലെ ഒന്നാമനാണ്. ആ നിലയിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമുണ്ട്, മിനിസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഈ വരുന്ന മുഴുവൻ സാഹചര്യങ്ങളെയും വിലയിരുത്താനും അതിനെ നല്ലതുപോലെ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും അത് തിരുത്തി കുറിക്കാനും ഒക്കെയുള്ള നടപടികൾ ചെയ്യാൻ ഈ മുഴുവൻ ക്യാബിനറ്റിലെ അംഗങ്ങൾക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. അവിടെ മുഖ്യമന്ത്രിയുടെ തലയിൽ മാത്രം ഇതെല്ലാം കൂടെ ചാരിയിട്ട് പോകണം എന്ന സമീപനം CPIയുടെ സംസ്ഥാന കൗൺസിൽ കൈക്കൊണ്ടിട്ടില്ല. ഇടതുമുന്നണിക്കുള്ളിൽ എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയാണ് CPI. എന്തുകൊണ്ടാണ്? കാലം മാറുന്നതിനനുസരിച്ചാണോ, അല്ലെങ്കിൽ നേതാക്കൾ മാറി വരുന്നതിനനുസരിച്ചാണോ പഴയൊരു ആർജവം മുന്നണിക്കുള്ളിൽ CPIക്ക് കൈമോശം വന്നു പോയോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർജവത്തിനൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പലപ്പോഴും തിരുത്തേണ്ടടുത്ത് നിശബ്ദത പാലിക്കുന്നുണ്ടോ CPI? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പൊതുവെ എന്തുകൊണ്ടാണ് SFI ഒരുപക്ഷെ ഈ ASFുമായി, രണ്ട് CPMനും CPIയുടെയും വിദ്യാർത്ഥി സംഘടനകളാണ്, രണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളാണ്, എന്തുകൊണ്ടാണ് SFI മാത്രം ഇപ്പോഴും ഒരു കാടത്ത സ്വഭാവത്തിൽ നിന്ന് വിട്ടുമാറാൻ തയ്യാറാകാതിരിക്കുന്നത്? ഇന്നത്തെ ചുറ്റുപാടിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ അതിൽ പറയാം. ഈ നിരവധി ചെറുപ്പക്കാർ പലതരത്തിലുള്ള പോലീസ് കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ വരും. അവർക്ക് അത്തരം കേസുകളിലൊക്കെ രക്ഷപ്പെടേണ്ടുന്നതിനെക്കുറിച്ചുകൂടെ അവർ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഈ മനോഭാവമുള്ള ആളുകൾ കൂടുതലായി പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കാൻ അവർ ആഭിമുഖ്യം കാണിക്കും, അവർ താല്പര്യം കാണിക്കും. അവിടെ ആ തെറ്റിനെ തിരിച്ചറിയാനും അവരെ തിരുത്തിക്കാനും ആ സംഘടനയുടെ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ ഈ അക്രമ സ്വഭാവമുള്ള ആളുകൾ കൂടുതൽ ഡൈനാമിക്കായി, കൂടുതൽ വിജിലൻ്റായി അവരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സംഘടനയാണ് അതിൻ്റെ പേരിൽ പേരുദോഷം കേൾക്കേണ്ടി വരുന്നത്. അത് കൂടുതലായി SFIയിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് വോട്ടിങ്ങിന് പോലും, കോളേജ് തിരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിന് പോലും ബിലോ 50% ആളുകളെ പങ്കെടുക്കുന്നുള്ളൂ. 50 ഇല്ല, 40 പോലും ഇല്ല. ഒരു ചെറിയ ശതമാനം ആളുകൾ. എന്താ മറ്റുള്ളവർ വരാത്ത എന്താണെന്ന് വെച്ചാൽ ഭയപ്പെട്ട കോളേജിൽ വന്നാൽ, വോട്ട് ചെയ്യാൻ വന്നാൽ ചിലരുടെ ഗുണ്ടായുസത്തിനനുസരിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും, അടിക്കും. ഈ ചിലരുടെ ഗുണ്ടായുസം എന്ന് പറയുന്നത് പൂർണ്ണമായും ക്യാമ്പസുകൾ മുഴുവനും കൈയടക്കിയിരിക്കുന്നത് SFI ആണല്ലോ. SFI ആയാലും ABVP ആയാലും വേറെ ഏതെങ്കിലും സംഘടനയായാലും ആരായാലും എല്ലാ സംഘടനകൾക്കും അത് ബാധകമാണ്. അത്തരത്തിലുള്ള ഇപ്പം എത്രയോ കാലം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ MG കോളേജിൽ SFIക്ക് കയറാനൊക്കെയില്ലായിരുന്നു. ഇവിടുത്തെ ചരിത്രം അറിയാമെങ്കിൽ അതറിയാം. ABVPയുടെ കയ്യിലായിരുന്നു MG കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ചരിത്രം യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ നിയന്ത്രണത്തിൽ മാത്രമാണ്. വേറെ ആരും, അധ്യാപകർക്ക് പോലും ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ASFൻ്റെ ഒരു വിദ്യാർത്ഥി അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ ആ നോമിനേഷൻ വലിച്ചു കീറി കളയുകയും അയാളെ ഉപദ്രവിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ. ASFന് അത്തരത്തിൽ സംഭവം. ഞാൻ പറഞ്ഞത് ഏത് കോളേജിലായാലും ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകളുടെ നിലപാട് കാരണം കുട്ടികൾ വോട്ട് ചെയ്യാൻ പോലും വരുന്നില്ല. ഒരു ചെറിയ ശതമാനം ആളുകൾ വന്ന് വോട്ട് ചെയ്തിട്ട് അതിൽ നിന്നുകൊണ്ട് ജയിച്ചു പോകും, അതിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭരണം പിടിച്ചെടുക്കുക. അതുകൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്ന കോളേജുകളിൽ, സർവകലാശാലകളിൽ
അവിടെ ഇന്ത്യൻ ഡെമോക്രസി സംബന്ധിച്ച്, നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ സംബന്ധിച്ച്, രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു ഡിസ്കഷൻ നടത്താനോ അതിലേക്ക് കുട്ടികളെ വേണ്ടത്ര അവെയർ ചെയ്ത് കൊണ്ടുവരാനോ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഒരു സമൂഹമാണ്, ഒരു പുതിയ തലമുറയാണ് അവിടെ വഴിതെറ്റിപ്പോകുന്നത്. ഇനി സംസ്ഥാനത്ത്, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുന്നേ 2025 വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇത്രയും നാൾ നമ്മൾ കണ്ടതുപോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ. കാരണം ഇവിടെ ഇത്രയും കാലം കേരളം സംസ്ഥാന രാഷ്ട്രീയം ഇടതു വലത് മുന്നണികളെയായിരുന്നു മാറി മാറി പരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഒരു മൂന്നാം ചേരി, അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ ഒരു NDA എന്നൊരു മൂന്നാം ചേരി രൂപപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ആ മൂന്നാം ചേരിയിലേക്ക് ഈ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ, ഈ നിഷ്പക്ഷ വോട്ടുകൾക്ക് ഇനി ഒരു മൂന്നാമതൊരു ചോയ്സ് കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ UDFനേക്കാൾ ഭരണമുന്നണിയാണ് ലോക്സഭയിലേറ്റ കനത്ത പരാജയം. ഇനി വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളും ഇടതു മുന്നണിക്ക് എത്രത്തോളം നിർണായകമാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും 26 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ നിർണായകം തന്നെയാണ്, അതിനകത്ത് സംശയമേയില്ല. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നൊരു കാര്യം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് BJPയുടെ വിജയമായിട്ട് കാണാത്ത ഒരാളാണ് ഞാനത് BJPയുടെ വിജയമായിട്ടേ കാണുന്നില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞതിൻ്റെ നിരവധി ഘടകങ്ങൾ വേറെയുണ്ട്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. UDFൻ്റെ വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. BJP അതിശക്തമായിട്ട് എതിർക്കുന്ന സെമറ്റിക് മതവിഭാഗങ്ങളിൽപ്പെട്ട ചിലരുടെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട്. അത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ ചില വോട്ടും കൂടി ചേർന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അത് BJPയുടെ രാഷ്ട്രീയ വിജയമായി ഞാൻ കാണുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ പ്രതിഫലിക്കും എന്ന് കണക്കാക്കാനൊക്കെയില്ല. അങ്ങനെ കണക്കാക്കുന്നത് ശരിയുമായിരിക്കില്ല. അല്ല, തൃശ്ശൂരിൽ മാത്രമുള്ള BJPയുടെ വിജയം മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്ത് 20% വോട്ട് വിഹിതമാണ് BJPക്കുള്ളത്. അതങ്ങനെ അങ്ങ് നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട, അതായത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഫലനം കൂടി ഇത്തവണത്തെ ജനങ്ങളുടെ വോട്ടിനകത്ത് ഉണ്ടായി. പക്ഷേ അതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ പ്രതിഫലിക്കും എന്ന് കരുതുന്നത് ശരിയായിരിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉണ്ടായ പാളിച്ചകളൊക്കെ തിരുത്തി ഈ സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ, ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ, ആശുപത്രിയിലെ മെച്ചപ്പെട്ട സൗകര്യം, ഉച്ചക്കഞ്ഞി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാനുള്ള സംവിധാനം, അതിനകത്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനം അംഗീകരിക്കും. ഒരു സംശയവും വേണ്ട. ഗവൺമെൻറ്റിനും മുന്നണിക്കും തിരുത്താൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി വരുന്ന നാളുകളിൽ ആ തിരുത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ LDFനെ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. ഇപ്പോൾ BJPയെ കേരളത്തിൽ ഭയക്കേണ്ടതേ ഇല്ല എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്? BJP അല്ല, മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളതിനെ വിലയിരുത്തണമല്ലോ, അതിനെ ഭയക്കണമല്ലോ. ഭയക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ഭയപ്പാടെന്ന് പറഞ്ഞാൽ എതിർ ശക്തികൾ ശക്തമാവുന്നതിനെ അനുസരിച്ചുള്ള ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അവരൊന്നും വേറൊന്നും പിടിച്ചുകൊണ്ട് പോകാനൊന്നും കേരളത്തിൽ പോകുന്നില്ല. ഒരു സംശയവും വേണ്ട. BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നിലയിലുള്ള ഒരു അപ്രമാദിത്വമൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. BJPക്ക് എന്തായാലും കേരളത്തിൽ അപ്രമാദിത്യം ഉണ്ടാകില്ല എന്ന് ഇപ്പോഴും അങ്ങ് വിശ്വസിക്കുന്നു. ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ലാത്തത്, BJPയുടെയൊക്കെ ഒരു ചരിത്രം ദേശീയ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ BJP അധികാരത്തിൽ വരുന്നതിന് മുൻപ് 11% മാത്രമായിരുന്നു അവിടെ BJPക്കുള്ള സ്വാധീനം. മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് 9% മാത്രമായിരുന്നു ആ സംസ്ഥാനത്തുള്ള സ്വാധീനം. തൊട്ട് മുമ്പ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പാറ്റേൺ ആണ്. എന്തായാലും കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇടതുവലത് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. CPIയുടെ കാര്യത്തിലേക്ക് അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, BJPക്ക് ഈ 2019 തെരഞ്ഞെടുപ്പിൽ 37% വോട്ടാണ് കിട്ടിയത്. 2024 തെരഞ്ഞെടുപ്പിൽ
അവരാകെ പോയി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 0.5% കുറഞ്ഞു. ഇപ്പം 36.5% ഉള്ളൂ. മറിച്ച് കോൺഗ്രസിൻ്റെത് കഴിഞ്ഞ തവണ 19% ഇപ്പം അത് 21.76 കോൺഗ്രസിൻ്റെ പെർസെൻറ്റേജ് ഉയർന്നിട്ടുണ്ട്. ഒന്നിൻ്റെ കുറവ്, ചെറിയ നാമമാത്രമായ കുറവുണ്ടായി, വേറൊന്നിന് നാമമാത്രമായ കൂടുതലുണ്ടായി. അത് രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടക്കുന്നതാണ്. മഹാരാഷ്ട്ര BJP പുറകിൽ പോയി. UP BJPയുടെ ഏറ്റവും വലിയ കുത്തകയായിട്ടിരുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് പുറകിൽ പോയി എന്ന് മാത്രമല്ല, ആഭ്യന്തര പ്രതിസന്ധി കൂടി മൂർച്ഛിക്കുന്നത് ഇപ്പോൾ യോഗി ആദിത്യനാഥും മൗര്യയും തമ്മിലുള്ള തർക്കവും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മളത് കാണുന്നു. ഇതിന് എല്ലാത്തിനും അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കേരള രാഷ്ട്രീയം പലപ്പോഴും വ്യത്യസ്തമായി നിന്നിട്ടുണ്ട്. അത് നിരവധി തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ഇന്ത്യയിൽ കേരളം ഒഴിച്ചുള്ള ബാക്കി സംസ്ഥാനങ്ങളെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കുമ്പോൾ കേരളം വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ ഒരുപാട് അനുഭവങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിലെടുത്താൽ 63 സീറ്റാണ് BJPക്ക് കുറവ് വന്നത്. ആ സ്ഥാനത്ത് കേരളത്തിൽ അവർക്ക് ആദ്യമായി ലോക്സഭയിൽ ഒരു സീറ്റ് കിട്ടി. 11 മണ്ഡലങ്ങളിൽ അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് 1ാം സ്ഥാനത്തേക്ക് വന്നു. അതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദേശീയ തലത്തിൽ BJP താണപ്പോൾ ഇവിടെ BJPക്ക് ചില മണ്ഡലങ്ങളിൽ അവർക്ക് 1ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. അത് സ്ഥായിയായ സ്വഭാവമായി അതിനെ കാണരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് സഖാവി. പക്ഷേ ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും സർക്കാർ രൂപീകരിക്കാൻ സംസ്ഥാനങ്ങളിൽ BJPക്കായി എന്നത് ഒരു ഓർമ്മയായി അല്ലെങ്കിൽ ഒരു ഉദാഹരണമായി നേതാക്കന്മാർ കരുതിയിരിക്കണമെന്നതിന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിശ്ചയമായിട്ട് അത് വേണമല്ലോ. BJP ഇപ്പോഴും അവരുടെ ഈ രാജ്യസഭയിലും ലോക്സഭയിൽ 303 സീറ്റോട് കൂടി അവർക്ക് 2/3 ഭൂരിപക്ഷം, ആ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന നിലയിലേക്ക് വന്നപ്പോൾ അവർ ധൃതിയിൽ കാണിച്ച ചില വങ്കത്തരങ്ങളാണ് യഥാർത്ഥത്തിൽ അവർക്ക് ആ തിരിച്ചടിയുടെ കാരണമായത്. എന്നിട്ട് CPIയുടെ ഒരു ആഭ്യന്തര വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, രാജ്യസഭാ സീറ്റ് PP സുനീറിന് നൽകിയപ്പോൾ K പ്രകാശ് ബാബുവിന് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ആ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണല്ലോ വാർത്തകളൊക്കെ വരുന്നത്. അതിനെന്താ വാർത്തകളൊന്നിനെന്താ? അത് ശരിക്കും ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ താങ്കൾക്ക് അർഹതപ്പെട്ട സീറ്റാണ് രാജ്യസഭാ സീറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും അങ്ങയുടെ പ്രതികരണം? എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് പേർക്ക് അർഹതപ്പെട്ടതാണ് ആ സീറ്റ്. അത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് ഒരാളിന് തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. അതിന്മേൽ വേറൊന്നുമില്ല. ഒരു ചെറുപ്പക്കാർ വരട്ടെ എന്ന് അങ്ങനെ ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ ആലോചനയുടെയൊക്കെ ഭാഗമായിട്ടായിരുന്നു. അല്ല, പ്രായവും സീനിയോറിറ്റിയും ജൂനിയോറിറ്റിയും ഒന്നും വെച്ചുകൊണ്ടല്ല, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഘടകമാണ് അത് തീരുമാനിക്കുന്നത്. അവർ ആ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ തീരുമാനിച്ചു. PP സുനീറിൻ്റെ പേര് തീരുമാനിച്ചു, ആ തീരുമാനം എടുത്തു, അത്ര തന്നെ. ദേശീയ കമ്മിറ്റിയിൽ നിന്ന്, CPMയുടെ ദേശീയ കമ്മിറ്റിയിൽ നിന്ന് പ്രകാശ് ബാബുവിന് പകരം അല്ലെങ്കിൽ പ്രകാശ് ബാബുവിൻ്റെ പേര് നൽകാമായിരുന്നിടത്ത് ആനി രാജയുടെ പേര് പരാമർശിക്കുക അല്ലെങ്കിൽ ആനി രാജയുടെ പേര് പരിഗണിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും വീണ്ടും പ്രകാശ് ബാബുവിനെ രണ്ടാമതും തഴഞ്ഞു എന്ന രീതിയിലൊക്കെയാണല്ലോ. അത് ആ വാർത്ത കൊടുത്തവരോട് ചോദിച്ചാലേ അറിയാൻ നോക്കൂ. അതിനകത്ത് ആരെയും തടയുന്ന പ്രശ്നമില്ല. പ്രത്യേകിച്ച് എന്നല്ല, ഞാൻ 2022 പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് 24ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ആ പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച് രൂപീകരിച്ച പുതിയ 2022 നാഷണൽ എക്സിക്യൂട്ടീവിലാണ് ഞാൻ വരുന്നത്. ഞാൻ ആ നാഷണൽ എക്സിക്യൂട്ടീവിൽ വരുന്നതിന് എത്രയോ കാലം മുമ്പേ നാഷണൽ എക്സിക്യൂട്ടീവിലുള്ള ആളാണ് ആനി രാജ. നേരത്തെ പറഞ്ഞതനുസരിച്ചാണ് ആ സീനിയോറിറ്റിയൊക്കെ നോക്കുമ്പം ആനിയെ അല്ലെങ്കിൽ തന്നെ തീരുമാനിക്കണ്ടേ. ഞാൻ കേരളത്തിലെ പാർട്ടിയെ സഹായിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആനി രാജ ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൽഹിയിലെ മഹിളാ സംഘത്തിൻ്റെ വിഷയത്തിലും ഇന്ത്യയിലെ മഹിളാ സംഘത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ എല്ലാം ഓടിയെത്തിയ ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആനിക്കൊരു പരിഗണന കിട്ടിയെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ താങ്കൾ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയിൽ നിന്ന്, സംസ്ഥാന ഘടകത്തിൽ നിന്ന് ഒരു തഴയലോ ഒരു അവഗണനയോ താങ്കൾ നേരിട്ടിട്ടേ ഇല്ല? അതൊന്നും അവഗണനയായിട്ടും പരിഗണനയായിട്ടും നോക്കേണ്ടുന്ന കാര്യമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഇത്
നിങ്ങൾ അവഗണിച്ചാലും വക പരിഗണിച്ചാലും വക ഒരേ വികാരത്തോടു കൂടി അതിനെ കാണുക എന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്കതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്കതിൽ പ്രത്യേകിച്ച് സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. എന്തായാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. ഓക്കെ.